നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മിക്സി പലപ്പോഴും കേടുവരാറുണ്ട്. എന്നാൽ നമ്മളത് കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്യിക്കുകയാണ് പതിവ്. എന്നാൽ അത് എന്താണ് കംപ്ലൈൻ്റ് എന്ന് സ്വയം കണ്ടുപിടിക്കാനും അതെങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിപ്പോൾ കേടുവന്നൊരു മിക്സിയാണ്. നമ്മൾ കറണ്ടേ കൊടുത്ത് നോക്കിയിട്ടും വർക്ക് ചെയ്യുന്നില്ല. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതിൻ്റെ സ്ക്രൂകൾ ഓരോന്നായിട്ട് അഴിച്ചെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ 230 വോൾട്ട് പവർ സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേബിള് അതിൽ കറണ്ടിൽ നിന്നും വിടിയിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഈ ഓരോന്നായിട്ട് അഴിച്ചെടുക്കും. നമ്മളുടെ മിക്സിയുടെ അടിവശം ഇതുപോലെ വേർപെടുത്തിയതിന് ശേഷം ആ മിക്സിയുടെ അടിവശത്ത് ഒരു സ്വിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് ഓവർലോഡിൻ്റെ റീസെറ്റ് സ്വിച്ചാണിത്. അത് ആ കവറിൽ നിന്ന് ഊരിയെടുക്കാം. ചില കേബിളുകളിൽ 3 വയറുണ്ടാവും. ഇതിലിപ്പോൾ 2 വയറേ ഉള്ളൂ. 3 വയറുള്ളതിൽ ഒരെണ്ണം നമ്മുടെ ആ മോട്ടറിൻ്റെ ഗ്രൗണ്ടിലോട്ട്, ആ നട്ട് ബോൾട്ടിൽ എവിടെയെങ്കിലും ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ 2 വയറേ ഉള്ളൂ. ആ 2 വയറുകളും ഒരെണ്ണം നമ്മുടെ റീസെറ്റ് സ്വിച്ചിലേക്കും മറ്റേ രണ്ടാമത്തേത് മിക്സിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ സ്വിച്ചിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 വയറുകളും നമ്മൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കുക. മറ്റുള്ള വയറുകളൊന്നും വിട്ടുപോകാതെ സൂക്ഷിച്ച് ചെയ്യണം. ഈ ഊരി എടുത്തതിന് ശേഷം ഈ പവർ കേബിള് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ പവർ കേബിൾ എവിടെയെങ്കിലും വിട്ടുപോയതാണോ കാരണം, മിക്സി വർക്ക് ചെയ്യാത്തതിന് കാരണം എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഞാനതിനൊരു മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ മൾട്ടിമീറ്ററിൽ ഈ 2 വയറുകളിലേക്കും പിന്ന് കൊടുത്തതിന് ശേഷം AC കറണ്ട് 750 വോൾട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിത് പ്ലഗ് ഇൻ ചെയ്യുകയാണ്. പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ വയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ മീറ്ററിൽ 230 വോൾട്ട് കറണ്ട് കാണിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ മീറ്ററിൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഈ കേബിൾ പോയതാണ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ കാർബൺ ബ്രഷുകൾ ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ആർമേച്ചറിലേക്ക് കറണ്ട് സപ്ലൈ കൊടുക്കുന്നത് ഈ കാർബൺ ബ്രഷുകൾ വഴിയാണ്. ഈ ബ്രഷുകൾ കാർബൺ ആയതുകൊണ്ട് തന്നെ ഇത് ആർമേച്ചർ കറങ്ങുന്നതിന് അനുസരിച്ച് ഇത് തേഞ്ഞ് തീരുന്നതാണ്. അപ്പോൾ ഇത് തേഞ്ഞ് തീർന്നാലും നമ്മുടെ മിക്സി വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് അത് കാർബൺ ബ്രഷ് ഒന്ന് ഊരി നോക്കാം. അതിപ്പോൾ ഓരോ മിക്സിയിലും ഓരോ രീതിയിലാണ് ഊരുന്നത്. എല്ലാത്തിലും ഇതുപോലെ പ്രസ് ചെയ്ത് തന്നെ ഏകദേശമൊക്കെ ഒരേ രീതി തന്നെയാണ്. അതിലൊരു സ്പ്രിങ് ഉണ്ടാവും ബ്രഷിൽ. സ്പ്രിങ്ങിൽ ഒരു വയറും അറ്റത്ത് കാർബണും ആയിട്ടാണ് കാർബൺ ഇരിക്കുന്നത്. ഇതാണ് കാർബൺ. ഇത് തീർന്നിട്ടില്ല, ഇത് ഏകദേശം പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പം കാർബൺ ബ്രഷിൻ്റെ കുഴപ്പം കൊണ്ടല്ല മിക്സി കറങ്ങാത്തതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. വയറുകളൊന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കാർബൺ ബ്രഷ് തിരിച്ചിടുക. ഈ വയറ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിലിതാ ഇവിടെ ഒരു പൊട്ടൽ കാണുന്നുണ്ട്. ഉള്ളിൽ വയറ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്ലാക്ക് വയറ് പൊട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ വയറിലൂടെ നമുക്ക് സപ്ലൈ കിട്ടാതിരുന്നത്. നമുക്ക് ഇതിന് പകരം വേറെ ഒരു കേബിള് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനിവിടെ എടുക്കുന്നത് ഒരു പഴയ കേബിളാണ്. ഇത് പുതിയ കേബിളല്ല, ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് അഴിച്ചെടുത്ത കേബിൾ തന്നെയാണ്. നല്ല പവർ കേബിൾ തന്നെയാണിത്. അപ്പോൾ ഇതാദ്യമൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള, അതായത് ഇതിലും സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് മീറ്ററിൽ ചെക്ക് ചെയ്യാം. അത് ആദ്യം ചെയ്തതുപോലെ തന്നെ 2 സൈഡിലും 2 വയറിലും നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ഓരോ പിന്നും കൊടുത്തതിന് ശേഷം നമ്മൾ പവർ പ്ലഗിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 215 216 വോൾട്ടൊക്കെ നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ട്. അതിലൂടെ ഈ വയർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് 230 വോൾട്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പവർ കേബിളുകൾ ഊരിയിട്ടതിന് ശേഷം വേണം ഈ പിന്നുകൾ വിടിയിപ്പിക്കുവാനും അതുപോലെ പിടിപ്പിക്കുന്നതിനെല്ലാം. ഇനി നമുക്ക് ഈ കവറിലേക്ക് നമ്മുടെ കേബിൾ സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ കേബിളിന് മറ്റേ പഴയ കേബിളിൻ്റെ പോലെ നീളം അത്രയ്ക്കില്ല. കാരണം ഇതിൽ ഒരു വയറ് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റർ സ്വിച്ചിലേക്കാണ് കൊടുക്കേണ്ടത്.
ഒരു വയർ നമുക്ക് അതിൻ്റെ ഓവർലോഡിൻ്റെ റീസെറ്റ് സ്വിച്ചിലേക്കും കൊടുക്കാം. പക്ഷെ അത് നീളം കിട്ടാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വയർ കട്ട് ചെയ്ത് നീളമുള്ള ഒരു പീസ് ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ വയറിന് നീളം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നീളമുള്ള വയറാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാനിപ്പോൾ നമ്മുടെ പഴയ ഒരു കേബിള്, പഴയ ഒരു ഇതുപോലെ കണക്ടർ പിന്നുള്ളൊരു കേബിള് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കേബിൾ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ആ ജോയിൻറ്റിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് നല്ല രീതിയിൽ തന്നെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്ത ഈ വയർ നമ്മുടെ സ്പീഡ് കൺട്രോളർ സ്വിച്ചിൻ്റെ നമ്മൾ ആദ്യം ഊരിയെടുത്ത അതേ പിന്നിലേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ കോയിലിൽ നിന്നും റീസെറ്റ് സ്വിച്ചിലേക്ക് നമ്മൾ കൊടുത്തിരുന്ന വയർ ഊരി മാറ്റിയിരുന്നു. അത് അതേപോലെ തിരിച്ചു കൊടുക്കുക. അതുപോലെ പവർ കേബിളിൻ്റെ ഒരു വയറും ആ റീസെറ്റ് സ്വിച്ചിലേക്കാണ് കൊടുക്കേണ്ടത്. അത് രണ്ട് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി എന്ന് കരുതി യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നമുക്കിതൊന്ന് പവർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് പവർ പ്ലഗിൽ കണക്ട് ചെയ്ത് ഇനി ഈ മിക്സി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് ഞാനത് ഓൺ ചെയ്ത് നോക്കി, എന്നാൽ പക്ഷേ ഈ മിക്സി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പവർ കേബിൾ മാത്രം അല്ലായിരുന്നു ഈ മിക്സിയുടെ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റീസെറ്റ് സ്വിച്ച് കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് ആണ് ഇനി കാണിക്കുന്നത്. ഇതുപോലെ ഒരു വയർ എടുത്ത് ഈ റീസെറ്റ് സ്വിച്ചിൻ്റെ രണ്ട് പിന്നും തമ്മിൽ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഊരിയെടുത്ത അതേ പിന്നുകൾ ആ പിന്നുകളിൽ തന്നെ കണക്ട് ചെയ്യുക. നമ്മുടെ റീസെറ്റ് സ്വിച്ചിൻ്റെ രണ്ട് കാലുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഉണ്ടായിരുന്ന വയറുകൾ അതേപോലെ തന്നെ തിരിച്ചു പിടിപ്പിക്കുക. തിരിച്ചു പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്നുകൂടി കണക്ട് ചെയ്യാം. 230 വോൾട്ടിൽ കണക്ട് ചെയ്ത് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ കറങ്ങുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ റീസെറ്റ് സ്വിച്ച് കംപ്ലൈൻ്റ് ആയി പോയതാണ് എന്ന് മനസ്സിലാക്കാം. റീസെറ്റ് സ്വിച്ച് മാത്രമായിരുന്നില്ല, ഇതിൻ്റെ പവർ കേബിളും റീസെറ്റ് സ്വിച്ചും കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിലേക്ക് നമുക്കൊരു പുതിയ റീസെറ്റ് സ്വിച്ച് വച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ആദ്യം ഈ പഴയത്, ഈ കംപ്ലൈൻ്റ് ആയി പോയ ഈ സ്വിച്ച് ഇതിൽ നിന്നും വേർപെടുത്തിയെടുക്കുക. ഈ പിന്നുകൾ ഊരിയെടുത്ത് ഇത് വേർപെടുത്തിയ ശേഷം ഒരു പുതിയ സ്വിച്ച് നമുക്ക് അവിടെ പിടിപ്പിക്കേണ്ടതുണ്ട്. മോട്ടോറുകളും ഫാനും ഒക്കെ വൈൻഡ് ചെയ്യുന്ന കടകളിൽ നമുക്കിതുപോലുള്ള സ്വിച്ചുകൾ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ മിക്സി, ഫാനൊക്കെ വിൽക്കുന്ന കടകളിലായാലും സ്പെയർ പാർട്സ് കടകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലൊരു നട്ടും ഉണ്ടാവും, അതുപോലെ ഇത് സ്വിച്ചിൻ്റെ ഒരു ത്രെഡും ഉണ്ടാവും. അപ്പോൾ ഈ നട്ട് നമ്മൾ ഈ കവറിലേക്ക് ഒരു ഹോളുണ്ട്, ആ ഹോളിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിനാണ് ആ വെട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്വിച്ച് വെറുതെ തിരിച്ചു കൊടുത്താൽ മതി, അത് ആ കവറിലേക്ക് മുറുകിയിരുന്നോളും. ഇങ്ങനെ മുറുക്കി വെച്ച് കഴിഞ്ഞ് ഇതിലേക്ക് രണ്ട് പിന്നുകളാണുള്ളത്. ഒന്ന് നമ്മുടെ മോട്ടറിൻ്റെ കോയിലിൽ നിന്ന് വരുന്ന വയറാണ്, നമ്മൾ ആദ്യമേ ഊരിയെടുത്തിരുന്ന ആ വയർ. ആ ഒരു വയറും ഈ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു വയർ ഒരു സൈഡിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് വയർ, നമ്മൾ മാറ്റിയ കോഡ് വയർ, ആ കോഡ് വയറിൽ നിന്നും ഒരു വയറും രണ്ടാമത്തെ വയർ മോട്ടറിൻ്റെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന ഒരു വയറും, ഈ രണ്ട് വയറും കറക്റ്റായിട്ട് തന്നെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കവറിലേക്ക് ഈ വയർ ഊരി പുറത്തേക്ക് പോരാതിരിക്കാൻ ഈ കവറിൽ ഈ കോഡ് വയർ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വയറുകളൊന്നും ഇടയിൽ പെടുന്നില്ല, ഒന്നും ഊരിപ്പോയിട്ടില്ല എന്നൊക്കെ ബോധ്യമായതിന് ശേഷം നമുക്ക് കവർ വെച്ച് മുറുക്കാവുന്നതാണ്. നമ്മുടെ കോഡ് വയറും സ്വിച്ചുകളെല്ലാം ചെക്ക് ചെയ്തിട്ടും മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മോട്ടറിൻ്റെ ഭാഗമാണ് നോക്കാനുള്ളത്. മോട്ടറിലേക്കുള്ള വയറുകൾ വിട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിലൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറാണ് പിന്നെ ചെക്ക് ചെയ്യാനുള്ളത്. മോട്ടറിൽ വരുന്ന മെയിനായിട്ട് വരുന്ന രണ്ട് കംപ്ലൈൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ആർമേച്ചർ പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ കോയിൽ കത്തിപ്പോകാം. ഇപ്പം ഇതിൽ ഏതാണ് സംഭവിച്ചാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല, നമുക്ക് വൈൻഡ് ചെയ്യുന്ന കടകളെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇത് ആർമേച്ചർ പോവുക എന്ന് പറഞ്ഞാൽ
ആർമേച്ചറിന് ഒരു 300 രൂപ വിലയുള്ളൂ, വാങ്ങി മാറിയിട്ടാൽ മതി. പക്ഷെ കോയിൽ പോകുക എന്ന് പറഞ്ഞാൽ വാങ്ങി മാറിയിടാൻ പറ്റില്ല, അത് വൈൻഡ് ചെയ്യുകയേ നിവർത്തിയുള്ളൂ. അപ്പോൾ കോയിൽ പോയി എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കോയിൽ. ഈ കോയിൽ ഇതിലുള്ള വാർണിഷ് എല്ലാം ഉരുകി, അതുപോലെ കോയിലിൻ്റെ കമ്പികൾ തമ്മിൽ ഷോർട്ടായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഇൻസുലേഷൻ എല്ലാം കത്തി ചൂടായിട്ട് ഹീറ്റ് കൂടി ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോയിൽ കത്തിപ്പോയതാണ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെ കോയിൽ കത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തൊട്ട പശ പോലെ വരുന്നതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോയിൽ കത്തിപ്പോയി, മോട്ടർ കംപ്ലൈൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ മോട്ടർ അഴിച്ച് മോട്ടറായിട്ട് തന്നെ മാറാൻ പറ്റും. ഒരു 600 രൂപ വിലയ്ക്ക് നമുക്കിതിൻ്റെ ഒരു മോട്ടർ മേടിച്ച് മാറ്റി വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിത് വൈൻഡ് ചെയ്യുന്ന കടയിൽ കൊടുത്താൽ അവർ വൈൻഡ് ചെയ്ത് തരികയും ചെയ്യും. അങ്ങനെ ആയാലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്നിവിടെ ചെയ്ത മിക്സിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വയർ കംപ്ലൈൻ്റ് ആയതും അതുപോലെ സ്വിച്ച് പോയതുമായിരുന്നു നമ്മുടെ മിക്സി. അപ്പോൾ അതെല്ലാം തീർത്തു, ഇപ്പോൾ അത് പ്രോപ്പറായി തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ എങ്ങനെ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാമെന്നും എങ്ങനെ അത് പരിഹരിക്കാമെന്നുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുകയും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദങ്ങളായ വീഡിയോകളുമായി വീണ്ടും കാണാം.